ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ബൈബിൾ തുടക്കം മുതൽ തന്നെ മനുഷ്യൻ്റെ അവസാനിക്കാത്ത ജീവനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം ആദ്യ മനുഷ്യന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ദൈവകൽപ്പന ലംഘിച്ചിട്ടും അവൻ അക്ഷരാർത്ഥത്തിൽ മരിച്ചില്ല. പിന്നെയും ജീവിച്ചിരിക്കുകയും മക്കളെ ജനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മരണമെന്നത് ദൈവ തേജസ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ദൈവവുമായുള്ള ശരിയായ ബന്ധം നഷ്ടപ്പെടുന്നതാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് നഷ്ടമാകുന്ന ദുഃഖകരമായ അനുഭവമാണ്. മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയും പാപം ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ നിലത്തെ പൊടിയിൽ നിന്നെടുത്ത മനുഷ്യ ശരീരം നിലത്തെ പൊടിയിലേക്ക് തിരികെ ചേരും. ഇതിനെ ദാനിയേൽ പ്രവാചകൻ വിശേഷിപ്പിക്കുന്ന ആലങ്കാരിക പ്രവചന പദമാണ് നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ എന്ന്. അവരെല്ലാവരും ഒരിക്കൽ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ദാനിയേൽ പറയുന്നു. മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമെങ്കിലും അവരെ പൊതുവിൽ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒരു വിഭാഗം നിത്യജീവനായി എന്ന് പറയുമ്പോൾ മറ്റേത് നിത്യനിന്ദയ്ക്കായി. നിത്യജീവന്റെ വിപരീത പദം നിത്യമരണം ആണെങ്കിലും ഇവിടെ നിത്യനിന്ദയ്ക്കായി എന്നെഴുതുന്നു. അതായത് അവർക്കൊരു ഉന്മൂലനമുണ്ടാവുകയല്ല, എന്നാൽ നിത്യജീവനുമല്ല. അപമാനമില്ലാത്ത ഒരു നിമിഷവും ഇല്ലാതെ ജീവിക്കേണ്ടി വരിക, അത് നരകാവസ്ഥയല്ലാതെ മറ്റെന്താണ്? നിത്യനിന്ദയുടെ വിപരീത പദം നിത്യ അഭിമാനമെന്നതാണ്. ഓരോ നിമിഷവും അഭിമാനത്തോടെ എന്നേക്കും ജീവിക്കുന്നത് സ്വർഗഭാഗ്യമല്ലാതെ മറ്റെന്താണ്? ഭൂമിയിൽ അനുഭവിച്ച ഓരോ വേദനയ്ക്കും ത്യാഗത്തിനും അപമാനത്തിനും കഷ്ടതയ്ക്കും പ്രതിഫലമുണ്ടാവുകയും എന്നേക്കും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന അനുഭവം, അതാണ് ദൈവം തന്നെ സ്നേഹിച്ച് തനിക്കായി ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത്. യേശുക്രിസ്തുവിനെ അഭിമാനത്തോടെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുന്നിൽ ഏറ്റുപറയുന്നവരുടെ പേര് അവിടുന്ന് പിതാവാം ദൈവത്തിൻ്റെയും ദൂതന്മാരുടെയും മുന്നിൽ ഏറ്റുപറയുമ്പോൾ ഉണ്ടാകുന്നത് എത്ര വലിയ അഭിമാനമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.